സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരമിരിക്കുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികൾ പ്രതീകാത്മകമായി കഴുമരത്തിലേറി പ്രതിഷേധിക്കും. ഏപ്രിൽ 19-ന്, അതായത് ഈ മാസം 19-ന് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാനിരിക്കെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവർ തുടരുകയാണ്. ഇന്നലെ ചോര ചിന്തിക്കൊണ്ടായിരുന്നു അവരുടെ സമരം. ഇന്ന് പ്രതീകാത്മകമായി കഴുമരത്തിലേറിക്കൊണ്ടുള്ള സമരം. അവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനിയും 2-3 ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. വിനോദ്, ഇന്നലെ ചോര ചിന്തിയ സമരം, ജീവരക്തം നൽകിക്കൊണ്ടുള്ള സമരമായിരുന്നെങ്കിൽ, പ്രതിഷേധമായിരുന്നെങ്കിൽ ഇന്നത് ഒരു പടി കൂടി കടക്കുക എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അതായത് അവർ കഴുമരത്തിലേറിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കഴുമരത്തിലേറുന്നതിന് മുമ്പ് കറുത്ത തുണി തലയിൽ കെട്ടി ഇരു കൈകളും പിറകിലേക്ക് ബന്ധിച്ച് മുട്ടുകുത്തി നിന്നുകൊണ്ടായിരുന്നു പ്രതിഷേധിച്ചത്. അതായത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ കഴുമരത്തിലേറ്റുന്നതിന് മുമ്പ് ആ വ്യക്തിയോട് സർക്കാരിനോ അല്ലെങ്കിൽ കോടതിക്കോ അല്ലെങ്കിൽ ജയിലധികൃതർക്കോ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങളുടെ അവസാന ആഗ്രഹം എന്താണെന്ന്. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാനെങ്കിലും തയ്യാറാകും. ഇവിടെയും ഇവരുടെ ഒരു 2 ദിവസം കൂടി കഴിയുമ്പോൾ ഇവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയാണ്. ഇവരുടെ ഒരു ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഒരു അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ഈ നിമിഷവും ഇവരെ കാണുവാൻ സർക്കാർ, അതായത് ഈ സമരമിരിക്കുന്ന CPO ഉദ്യോഗാർത്ഥികളെ കാണുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഇനി സമരം 14 ദിവസം കഴിഞ്ഞു. ഇതിനൊരു ചർച്ചയ്ക്ക് പോലും ഈ ഉദ്യോഗാർത്ഥികളെ വിളിച്ചിട്ടില്ല. പൂർണ്ണമായും ഉദ്യോഗാർത്ഥികളുടെ സമരത്തെയും അവഗണിക്കുന്നൊരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. ഇതാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം, അതായത് പ്രതീകാത്മക കഴുമരത്തിലേറൽ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. മുട്ടുകുത്തി നിന്നുകൊണ്ട് ഇരു കൈകളും പിന്നിലേക്ക് ബന്ധിച്ച് കറുത്ത തുണി കൊണ്ട് മുഖം മൂടിക്കെട്ടിക്കൊണ്ട്, കഴുത്ത് മൂടിക്കെട്ടിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം നടക്കുകയും ചെയ്തു. തങ്ങളെ എങ്ങനെയെങ്കിലും കാണാൻ സർക്കാർ കൂട്ടാക്കണമെന്നൊരു അപേക്ഷയാണ് ഇവർക്ക് പറയാനുള്ളത്. കാരണം ഇനി ദിവസങ്ങൾ മാത്രം, 2 പ്രവൃത്തി ദിനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ പ്രവൃത്തി ദിനം 2 ബാക്കി നിൽക്കെ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നൊരു അപേക്ഷ മാത്രമാണ് സർക്കാരിനോട് മുമ്പിൽ വെക്കാൻ നിൽക്കുന്നത്. വേറിട്ട സമര പോരാട്ടങ്ങൾ ഈ 14 ദിവസത്തിനുള്ളിൽ നടത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം രക്തം ചിന്തിക്കൊണ്ട്, ജീവരക്തം നൽകിക്കൊണ്ടൊരു പ്രതിഷേധമായിരുന്നെങ്കിൽ ഇന്ന് പ്രതീകാത്മകമായി കഴുമരത്തിലേറിക്കൊണ്ട് പ്രതിഷേധം നടത്തുന്നു. അതായത് കഴുത്ത് മുഖം മൂടിക്കെട്ടിക്കൊണ്ട് കൈകൾ പിന്നിലേക്ക് ബന്ധിച്ചുകൊണ്ടൊരു സമരം. എന്താണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശം? അതായത് കഴുമരത്തിലേറാൻ നിൽക്കുന്ന ഒരു മനുഷ്യനോട് പോലും അയാളുടെ അവസാനത്തെ ആഗ്രഹം ചോദിക്കും. ഇന്ന് ഞങ്ങളുടെ ഏറ്റവും അവസാന നിമിഷങ്ങൾ എത്തി നിൽക്കുന്ന സമയത്ത് പോലും ഞങ്ങളോട് ഒരു അധികാരികളും വന്ന് നിങ്ങളുടെ ആഗ്രഹപ്പെട്ടു, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് പോലും ചോദിച്ചിട്ടില്ല. നാളത്തെ ക്യാബിനറ്റ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായതാണ്. അപ്പം നാളത്തെ ക്യാബിനറ്റിലെങ്കിലും ഞങ്ങളുടെ ആവശ്യം അവർ ഉന്നയിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായൊരു മറുപടി വരും. അതിന് പ്രതീകാത്മകമായിട്ടാണ് ഞങ്ങളിന്നത് ചെയ്തത്. കഴിഞ്ഞ ക്യാബിനറ്റിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് അടുത്ത ആഴ്ച ആകട്ടെ എന്നാണ്. അടുത്ത ആഴ്ച നാളെ ആകും. അടുത്ത ആഴ്ച നാളെയാണ്. നാളെ ഞങ്ങൾക്ക് അനുകൂലമായൊരു മറുപടി വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം പറഞ്ഞല്ലോ അടുത്ത ആഴ്ച പറയാണെന്ന്. അടുത്ത ആഴ്ചയാണ് നാളെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസം. അന്ന് അനുകൂലമായൊരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിനോദ്, ഇവരുടെ ആകെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി ഒരു നാളത്തെ ഒരു ദിവസം മാത്രമാണ്. നാളെ ക്യാബിനറ്റ് നടക്കും. ആ ക്യാബിനറ്റിൽ മാത്രമാണ് ഈ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ക്യാബിനറ്റിൽ ഒരു തീരുമാനമുണ്ടാകും, ഒരു അനുകൂല നടപടി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ മാത്രമാണ് ഇവർ വെച്ച് കരുതുന്നത്. കാരണം എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന കുറേ ജീവനുകളാണ് ഇവിടെ പ്രതിഷേധത്തിലേക്ക് എത്തി നിൽക്കുന്നത്, പ്രതിഷേധ സമരത്തിലേക്ക് നിൽക്കുന്നത്, നിരാഹാര സമരമായി തുടരുന്നത്. കഴിഞ്ഞ 14 ദിവസവും പലരും നിരാഹാരത്തിലായിരുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അസുഖം വരുന്നുണ്ട്, യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവരുണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രതികൂലമായ കാലാവസ്ഥ തരണം ചെയ്തുകൊണ്ട് സമരം ചെയ്യുന്നവരാണ് ഇവിടെയുള്ളവരെല്ലാവരും. കാരണം കാറ്റും മഴയും, അതിശക്തമായ മഴയുണ്ടായിരുന്നു, അതിശക്തമായ ചൂടുണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു പ്രവചനം എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് രശ്മി നേരിട്ട് പതിക്കുന്ന ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇന്ന്. ആരും പുറത്തിറങ്ങുന്നവരാരും ഹെൽമെറ്റ് ധരിക്കണം, അല്ലെങ്കിൽ തൊപ്പി ധരിക്കണം, നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ ഇവിടെ സമരമിരിക്കുന്നത്. ഇത്രയും ഉദ്യോഗാർത്ഥികൾ ഇവിടെ സമരമിരിക്കുന്നത്. ഈ സമരമിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ കാണുവാനോ അവരുടെ പ്രശ്നം പരിഹരിക്കുവാനോ, കേവലം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്ന് ചർച്ച ചെയ്യാൻ പോലും സംസ്ഥാനത്തെ ഭരണകൂടം തയ്യാറാകുന്നില്ല. ഈ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ ഇത്രയും ദിവസം സമരമിരിക്കുമ്പോൾ ഒരു ഭരണകൂടം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്
അംഗമെന്ന നിലയിൽ അവരുടെ വിഷയങ്ങൾ പഠിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങൾ കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ, അവരോടൊരു കരുതൽ, ഒരു സ്നേഹം കൊടുക്കുവാൻ തയ്യാറാകണം. ജനകീയ സർക്കാർ എന്നാണ് പറയുന്നത് ഈ സർക്കാരിനെ. ആ ജനകീയ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ആ സർക്കാരിന് ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അതൊരു വലിയ അപഹാസ്യമായി തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. കാരണം ഇത്തരത്തിൽ ഈ പെൺകുട്ടികൾ ഇവിടെ ഈ സമരവുമായി നിൽക്കുന്നു. അങ്ങനെ ഈ സമരവുമായി നിൽക്കുമ്പോൾ ആ സമരക്കാരെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് ഇവരുടെ ഭാഗത്തുണ്ടാകുന്നത്. ഇത് എന്ത് പറ്റിയതാണ്? ഇതന്ന് അവിടെ ഇഴഞ്ഞില്ലേ കയ്യില്, അപ്പോൾ ആയതാ, ഇവരെ ഉണങ്ങിയില്ല. എല്ലാവരും 14 ദിവസമായി സമരത്തിലേക്കാണ്. ദേഹാസ്വാസ്ഥ്യമുണ്ട്, ബോധം കെട്ട് വീഴുന്ന സാഹചര്യമുണ്ട്, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്, മറ്റ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ സമരത്തിലിരിക്കുന്നത്. അതെ, നല്ല ബുദ്ധിമുട്ടുണ്ട് ഇവിടെ അങ്ങനെ നിൽക്കണേല്. വെയിലും ചൂടും മഴയും. മഴയത്തൊക്കെ ഇവിടെ ടാർപ്പായി കെട്ടിടുന്നത്, ഉറങ്ങാനൊന്നും ശരിക്കും പറ്റണില്ല. അതിനിടയ്ക്ക് ഇവിടെ അല്ലേ കിടക്കുന്നത്. മേല് വേദനയും ആകെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പിന്നെ അതുതന്നെയാണ് പ്രതികൂലമായ കാലാവസ്ഥയിലും സമരമിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് ആരോഗ്യ പ്രവർത്തകരുടെ സഹായം പോലും ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഇനി ദിവസങ്ങൾ മാത്രമാണ് ഇവർക്കുള്ളത്. ആ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ അവരെ വിഷയങ്ങളൊന്ന് പഠിക്കുവാനോ അവർക്ക് അനുകൂലമായൊരു സമീപനം സ്വീകരിക്കുവാനോ സർക്കാർ തയ്യാറാകുന്നതേയില്ല. ഇനി തുച്ഛമായ ദിവസം മാത്രമാണ് ലാങ് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാനുള്ളത്. 19-ാം തീയതി അവസാനിക്കും. 2 പ്രവൃത്തി ദിനം മാത്രമാണ് ഈ സമയത്തിനുള്ളിലുള്ളത്. ഇവർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ നിയമനം നടത്തണമെങ്കിൽ എല്ലാം സർക്കാരിന് കഴിയാവുന്നതേ ഉള്ളൂ. എന്നാൽ അത്തരം നിയമനങ്ങൾ നടത്താൻ തയ്യാറാകാതെ ഇവരെ ഇങ്ങനെ പട്ടിണിക്കിട്ടുകൊണ്ട് സമരത്തിലിട്ടുകൊണ്ട് ഇങ്ങനെ നിർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. വളരെ ഏറെ കഷ്ടം സഹിച്ചും ബുദ്ധിമുട്ടിയുമാണ് ഈ 14 ദിവസവും ഈ ഉദ്യോഗാർത്ഥികൾ സമരമിരിക്കുന്നത്. ആവശ്യത്തിന് ഭക്ഷണമില്ല, ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ഇങ്ങനെ സമരത്തിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് സർക്കാരിൻ്റെ ഇത്തരം സമീപനങ്ങളെന്നാണ് എടുത്തു പറയേണ്ടത്. സമരങ്ങളോട് സർക്കാർ വെച്ച് പുലർത്തുന്ന സമീപനമാണ് ഇതിനോട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആശമാരുടെ സമരം ഒരിടത്ത് തുടരുന്നു. ഇവിടെ CPO വനിതാ ഉദ്യോഗാർത്ഥികളുടെ സമരം, രണ്ടും സ്ത്രീകൾ നടത്തുന്ന സമരമാണ്. ഈ സ്ത്രീകൾ നടത്തുന്ന സമരത്തോടാണ് സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള തിട്ടൂരങ്ങൾ എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സമര പോരാട്ടങ്ങളിലൂടെ വന്നവരാണ് CPM പാർട്ടി എന്നാണ് സർക്കാരും അതോടൊപ്പം തന്നെ CPM-ഉം CPM-ന്റെ നേതാക്കളും അവകാശപ്പെടുന്നു. ഒട്ടേറെ സമരങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ CPM തന്നെ നയിച്ചിട്ടുണ്ടെന്ന ചരിത്രവും CPM പറയാറുണ്ട്. അങ്ങനെയുള്ള CPM ഭരിക്കുമ്പോൾ, അങ്ങനെയുള്ള CPM വിഭാവനം ചെയ്യുന്ന സർക്കാർ ഭരിക്കുമ്പോഴാണ് ഉദ്യോഗാർത്ഥികൾ ഇവിടെ സമരമിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. 14 ദിവസം സമരമിരിക്കുമ്പോഴും ആ ഉദ്യോഗാർത്ഥികളെ കാണുവാനോ ഉദ്യോഗാർത്ഥികളുടെ വിഷമം മനസ്സിലാക്കുവാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതും ഏറ്റവും ഗൗരവകരമായ വിഷയമാണ്. ഒരിക്കലും ഒരു ജനകീയ സർക്കാർ ഇത് ചെയ്യാൻ കഴിയുന്നതല്ല. ജനകീയ സർക്കാരിന് ഭൂഷണമായ കാര്യം കൂടിയല്ല ഇത്തരം സമീപനങ്ങൾ. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരം സമര പോരാട്ടങ്ങളെ അല്ലെങ്കിൽ സമരങ്ങളെ എതിർക്കുന്നത്. ആ സാഹചര്യം പറയുമ്പോഴും അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി പറയുമ്പോഴാണ് ഈ സമരം ആരംഭിക്കുന്നത് തൊട്ട് മുമ്പാണ് PSC അംഗങ്ങൾക്കും ചെയർമാനും അടക്കം അവരുടെ ശമ്പളം കൂട്ടി നൽകുന്ന അവസ്ഥയുണ്ടായത്. മാത്രമല്ല ഈ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിക്കുവാൻ ലക്ഷങ്ങൾ ചിലവാക്കുന്നു. അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ യാത്രകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കുന്നു. നവകേരള യാത്രയുമായി വീണ്ടും മുഖ്യമന്ത്രി വരികയാണ്. ഇലക്ഷൻ അടുത്ത സമയത്ത്, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നവകേരള യാത്രയുമായി മുഖ്യമന്ത്രി വീണ്ടും വരികയാണ്. അതിന് കോടികളുടെ ചിലവുണ്ട്. ഇതെല്ലാം ഈ പണം എടുത്തുകൊണ്ട്, ഈ നികുതി പണം എടുത്തുകൊണ്ടാണ് സർക്കാർ ചിലവാക്കുന്നത്. അങ്ങനെയുള്ള സർക്കാരിന് ഈ ഉദ്യോഗാർത്ഥികളുടെ കാര്യം വരുമ്പോൾ മാത്രം അതിന് പണമില്ല എന്ന് പറയുന്നത് വളരെ വിരോധാഭാസമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇവരോട് അനുകൂലമായൊരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് പൊതുസമൂഹവും അഭിപ്രായപ്പെടുന്നത്. 14 ദിവസങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത്. ഈ 14 ദിവസം ഈ ഭരണശിലാ കേന്ദ്രത്തിന് മുന്നിൽ നിരാഹാരത്തിലാണ് ഉദ്യോഗാർത്ഥികൾ. ആ ഉദ്യോഗാർത്ഥികളെ കാണുവാൻ ഈ ഭരണകൂടം കൂട്ടാക്കണമെന്നൊരു അപേക്ഷ മാത്രമാണ് പൊതുജനങ്ങളും ഉന്നയിക്കുന്നത്. വിനോദ്, വളരെ വ്യക്തമാണ്. വളരെ കഷ്ടപ്പെട്ട PSC പരീക്ഷ എഴുതി സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ മെച്ചപ്പെട്ട നിലയിൽ മാർക്ക് വാങ്ങി ഉദ്യോഗം ലഭിക്കാൻ അർഹത നേടിയ സിവിൽ പോലീസ് വനിതാ ഉദ്യോഗാർത്ഥികളാണ് ഇത്തരത്തിൽ ജോലി ലഭിക്കാതെ അവർ സെക്രട്ടേറിയറ്റ് നടയിൽ മഴയും വെയിലും മഞ്ഞുമെല്ലാം കൊണ്ട് ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള സഹന സമരങ്ങൾ നടത്തുന്നത്. ചോര ചിന്തിയുള്ള സമരം, അതേപോലെ തന്നെ പ്രതീകാത്മകമായി കഴുമരത്തിൽ ഏറുന്ന സമരം, ഇത്തരത്തിലൊക്കെ സമരം നടത്തിയിട്ടും സർക്കാർ കണ്ണു തുറക്കുന്നില്ല. നാളെയാണ് ക്യാബിനറ്റ് ചേരുന്നത്. 19-ന്, ഈ മാസം 19-ന് ഇവരുടെ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. ഇവരോട് അല്പമെങ്കിലും കരുണ കാണിക്കണം എന്നുള്ള നിലയിലാണ് സമൂഹത്തിൽ നിന്നും ആവശ്യങ്ങൾ ഉയരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.